പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു കർഷകൻ ഭൂമിയിൽ വിത്തിറക്കുമ്പോൾ ആ കർഷകൻ താൻ ചെയ്യാൻ പോകുന്ന കൃഷിയെ സംബന്ധിച്ച് നന്നായി ആലോചിക്കും. എങ്ങനെയൊക്കെയാണ് കൃഷി ഇറക്കേണ്ടത്, അതിനെന്തെല്ലാം നടപടിക്രമങ്ങൾ ആവശ്യമാണ് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തൻ്റെ വിള നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ കന്നുകാലികളിൽ നിന്നൊക്കെ തൻ്റെ വിളയെ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ഘട്ടം ഘട്ടമായി ആ കർഷകൻ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. ഇതുമാത്രമല്ല, ഒരു വീടുണ്ടാക്കുന്ന ഒരാൾ അതേപോലെ തന്നെ വല്ല കെട്ടിടവും നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് പൂർത്തിയാകുന്നതുവരെ താൻ ഉദ്ദേശിച്ച രീതിയിൽ വീടായിരുന്നാലും ശരി, മറ്റൊരു ബിൽഡിംഗ് ആണെങ്കിലും ശരി, അതൊക്കെ കൃത്യമായി പൂർത്തിയാകുന്നത് വരെ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. എങ്കിലേ അത് ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ ആ കാര്യം നടക്കൂ എന്നതുകൊണ്ടാണ്. ചെയ്യുന്ന ജോലികൾ ഓരോരുത്തരും വ്യത്യസ്തമായ ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓഫീസിലിരിക്കാൻ കഴിയില്ല. കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ നാടൻ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, തെങ്ങ് കയറ്റക്കാരുണ്ട്, എന്നിങ്ങനെ വ്യത്യസ്തമായ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു തെങ്ങു കയറ്റക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന അവൻ്റെ ആ ജോലി അത് ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ നിർവഹിക്കുക മാത്രമല്ല, അപകടം വരാത്ത രീതിയിൽ എങ്ങനെയൊക്കെയാണ് എൻ്റെ ജോലി ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏത് മേഖലയിൽ ജോലിയെടുക്കുന്ന ആളും, അതല്ല കച്ചവട രംഗത്ത്, ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, തൻ്റെ കച്ചവടം അത് ഏറ്റവും നന്നായി പോകണമെന്നും അതിൽ നഷ്ടം വരാതിരിക്കാനൊക്കെയുള്ള മാർഗങ്ങൾ എന്താണ് എന്നുമൊക്കെ വളരെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടാണ് ഏതൊരാളും ഇതിലൊക്കെ തന്നെയും ഇടപെടുന്നത്. ഇപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കൂട്ടരാരാ? വിശ്വാസികളാണ്. വിശ്വാസം നിലനിർത്തുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാരണം അവർ ദുനിയാവ് അല്ല പ്രശ്നം. ദുനിയാവിൻ്റെ കാര്യത്തിലും ജാഗ്രത പാലിക്കണം, പരലോകത്തിൻ്റെ വിഷയത്തിലും ജാഗ്രത കാണിക്കേണ്ട ഒരേ ഒരു കൂട്ടർ വിശ്വാസികളാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കണ്ടൂ. അവർക്ക് ദുനിയാവ് മാത്രമേ അവരുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അവരുടെ കച്ചവടവും അവരുടെ വ്യായാമവും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ദുനിയാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. എന്നാൽ മനുഷ്യരിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും അതിനേക്കാൾ അപ്പുറം
അനന്തമായ ഒരു ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ രക്ഷയും അവിടെയുള്ള സന്തോഷകരമായ അവസ്ഥയും ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുമ്പോൾ ഈ രണ്ട് രംഗത്തും തികച്ചും ജാഗ്രത പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർ. ആ നിലക്ക് നോക്കുമ്പോൾ വിശ്വാസികളും കർഷകരാണ്. കാരണം ദുനിയാവിലും കൃഷി ചെയ്യാണ്, അതേപോലെ ആഖിറത്തിന് വേണ്ടിയും കൃഷി ചെയ്യുക. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയാവ് തികച്ചും ഒരു കൃഷിയിടം തന്നെയാണ് എന്ന് പഠിപ്പിച്ചതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുനിയ മസ്റഅത്തുൽ ലിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് എന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസി ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും ഇവിടെ നന്നായി കൃഷി ചെയ്തെങ്കിൽ മാത്രമേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരലോകം സുരക്ഷിതമാകൂ എന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കൃഷി എന്താ? അമലു സ്വാലിഹാത്താണ് അവൻ്റെ കൃഷി എന്ന് പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷി എന്ന് പറയുന്നത് അമലു സ്വാലിഹാത്താണ്, സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സൽക്കർമ്മം എന്ന് പറയുന്ന അവൻ്റെ വിത്ത് ഇറക്കുമ്പോൾ അതിൻ്റെ മേന്മയും അതിൻ്റെ ഗുണവും അവൻ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അവൻ ചെയ്യുന്ന അമലുകൾ അത് തികച്ചും എനിക്ക് അതുകൊണ്ട് ലാഭം കിട്ടുമോ? അതല്ല, അതെനിക്ക് ഈ ഭൗതികമായ ജീവിതത്തിലേക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ, എനിക്ക് പരലോകത്തേക്ക് അതിൻ്റെ ഉപകാരം കിട്ടുമോ എന്നതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായി ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചു വരുന്നത് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ തികച്ചും ജാഗ്രതയോടുകൂടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. കാരണം നമ്മളെ കൃത്യമായി വലയം ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും നമ്മെ കൃത്യമായി രേഖപ്പെടുത്താൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതി വെക്കാൻ നമ്മുടെ കൂടെ ആളുകളുണ്ട് എന്ന വിശ്വാസമുള്ളിടത്തോളം കാലം വളരെ ജാഗ്രതയോടുകൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നാം ചെയ്യുന്ന ഏതൊരു അമലും ഏതൊരു പ്രവൃത്തിയും അതേറ്റവും നന്നായിരിക്കാനും അത് ദുനിയാവിലും അതിനേക്കാളപ്പുറം പരലോകത്തും മേന്മ കിട്ടാനും ഗുണം കിട്ടാനും വേണ്ടിയായിരിക്കുക എന്നതാണ് ഏതൊരു വിശ്വാസിയും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ തികച്ചും നമ്മുടെ ശ്രദ്ധ അനിവാര്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും, ഉദാഹരണത്തിന് നമ്മുടെ നമസ്കാരമാവട്ടെ, അതിൽ ശ്രദ്ധയില്ലെങ്കിൽ, അതിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, നല്ല നിയ്യത്തില്ലെങ്കിൽ ആ ഇബാദത്തിന് യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല. അതുപോലെ നമ്മൾ ഏത് ഇബാദത്തുകളാണെങ്കിലും ശരി, മറ്റേത് കർമ്മങ്ങളാണെങ്കിലും ശരി, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾക്ക് ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് തികച്ചും നിഷ്കളങ്കവും നിഷ്കപടവുമായിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധ അനിവാര്യമാണ്, നല്ല നിയ്യത്ത് അത്യാവശ്യമാണ്, ഇഖ്ലാസ് നിഷ്കളങ്കത അതിനേക്കാളും അപ്പുറം അനിവാര്യമാണ്. എന്തിനു വേണ്ടിയാണിത്? അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്വീഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, വഅത്വീഉർ റസൂല, നിങ്ങൾ റസൂലിനെയും അനുസരിക്കണം, വലാ തുബ്തിലു അഅ്മാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്. ഖുർആൻ നമ്മളോട് പറയുന്ന, വിശ്വാസി സമൂഹത്തോട് പറയുന്ന ഒരു കൽപ്പനയാണിത്, ഒരു നിർദ്ദേശമാണിത്. നമ്മളുടെ അമലുകൾ നിഷ്ഫലമായി പോകാൻ പാടില്ല.
അതുകൊണ്ട് തന്നെ തികച്ചും ശ്രദ്ധയോടുകൂടിയായിരിക്കണം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. അധ്വാനിച്ച് നരകം വാങ്ങാതിരിക്കുക എന്നതാണ്. നമ്മൾ ഇഷ്ടം പോലെ അധ്വാനിക്കണം. സ്വർഗം കിട്ടണമെങ്കിൽ നന്നായി പണിയെടുക്കണം. പക്ഷേ നമ്മൾ അധ്വാനിച്ച് നരകം നമ്മൾ വാങ്ങിയെടുക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പാളിച്ചകൾ വരുന്നുണ്ടോ, ശിർക്ക് വരുന്നുണ്ടോ, വല്ല പോരായ്മകളും എൻ്റെ ഈ കർമ്മങ്ങളിൽ വരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ കാരണം, നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഗാശിയ, അതിൻ്റെ ആരംഭം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഗാശിയ എന്ന് പറയുന്നത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. ആകപ്പാടെ മൂടി വരുന്ന ആ ഒരവസ്ഥയെ സംബന്ധിച്ചാണ് അതിൻ്റെ വാർത്ത നിനക്ക് വന്നിട്ടില്ലേ? അന്നത്തെ അവസ്ഥ എന്താണെന്നറിയുമോ? വുജൂഹുൻ യൗമഇദിൻ ഖാശിയ. എല്ലാവരുടെയും മുഖങ്ങൾ അങ്ങേയറ്റത്തെ പേടിയുള്ള ഒരവസ്ഥയിലായിരിക്കും. അന്ത്യദിനത്തിന്റെ ആ ഭീകരമായ ആ ഖിയാമത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യരാണെങ്കിൽ ആമിലത്തുൻ നാസിബ, നന്നായി അധ്വാനിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അവന്റെ ദുനിയാവിലെ അവന്റെ അധ്വാനം അത്രയും തസ്ലാ നാറൻ ഹാമിയ, അവന്റെ അധ്വാനം അത്രയും അത് നരകത്തിലേക്കും അതേപോലെ തന്നെ നരകത്തിൽ ആപതിക്കാൻ വേണ്ടിയുള്ള അമലായി പോയി എന്നതാണ്. അവൻ എത്രമാത്രം ഉറക്കൊഴിച്ച് പ്രവർത്തിച്ചത് കൊണ്ടോ അങ്ങേയറ്റം പ്രവർത്തിച്ചത് കൊണ്ടോ ആയില്ല, അവിടെ ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനമായിരുന്നു അത്. പരലോകം അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ പ്രവർത്തിച്ചപ്പോൾ അത്രയും നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ചു, പത്രങ്ങളിൽ പേര് വരട്ടെ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഭൗതികമായ താല്പര്യങ്ങളായിരുന്നു അവന്റെ അമല് ചെയ്തപ്പോ, പ്രവർത്തനങ്ങൾ അത്രയും ചെയ്തപ്പോ അവനിൽ ഉണ്ടായിരുന്ന ചിന്ത. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയോ? തസ്ലാ നാറൻ ഹാമിയ, അവൻ ഹാമിയത്തിനെയാണ്, അങ്ങേയറ്റത്തെ തീയാണ് അവനിൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല തുസ്കാ മിൻ ഐനിൻ ആനിയ, നരകത്തിൽ അവൻ ആപതിക്കുന്നു എന്ന് മാത്രമല്ല, നരകത്തീ അവൻ അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ അവിടെ വെച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് അങ്ങേയറ്റം കത്തിജ്വലിക്കുന്ന ചൂടുള്ള വെള്ളമായിരിക്കും അവൻ അവിടെ നിന്ന് കുടിക്കാൻ കിട്ടുക. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ, ളരീഅയിൽ നിന്നുള്ള ഒരു ഭക്ഷണമല്ലാതെ അവന് കിട്ടാൻ പോകുന്നില്ല. ളരീഅ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകതരം മുൾച്ചെടിയാണ്. ആ മുൾച്ചെടിയിൽ നിന്നുള്ള ഭക്ഷണമല്ലാതെ അവന് ആ നരകത്തിൽ വെച്ച് അവന് കിട്ടുകയില്ല. എന്താണ് ആ മുൾച്ചെടിയുടെ പ്രത്യേകത എന്നറിയോ? ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ'. ആരോഗ്യപരമായി അവന്റെ ശരീരത്തിന് അവൻ കഴിക്കുന്ന ഈ ഭക്ഷണം കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുകയില്ല. മാത്രമല്ല വിശപ്പടക്കാനോ ഈ ഭക്ഷണം കൊണ്ട് അവന് സാധ്യമല്ല. എത്ര കൃത്യമായി, എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം. നമ്മൾ ജീവിക്കുന്ന മണിക്കൂറുകൾ അത്രയും ജാഗ്രതയോടുകൂടി മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഏതു സമയവും നമ്മുടെ ശ്വാസം നിലക്കാം, ഏത് മിനിറ്റുകൾക്കുള്ളിലും നമ്മുടെ ശ്വാസം നിലക്കാം. ഈ ഒരു ഉറപ്പുള്ളിടത്തോളം കാലം
നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ച് പച്ചയായി ഖുർആൻ ഇങ്ങനെയൊക്കെ വിവരിച്ചു തരുമ്പോൾ നമ്മൾ ഇത്തിരി ജാഗ്രത പാലിക്കണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ സൽക്കർമ്മങ്ങൾ ദുർബലപ്പെട്ടു പോകുന്ന അനവധി കാര്യങ്ങൾ അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം ചെയ്യുന്ന അമലുകൾ അത് കൃത്യമായിരിക്കണം, അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടണം, നല്ല നിയ്യത്തോടു കൂടിയായിരിക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ അത്രയും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്ന വാചകങ്ങൾ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നമ്മൾക്ക് കാണാം. ഖുൽ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. ഖുൽ പ്രവാചകരെ താങ്കൾ അങ്ങ് പ്രഖ്യാപിച്ചേക്കുക. ഹൽ നുനബ്ബിഉകും നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ബിൽ അഖ്സരീന അഅമാലാ. നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അല്ലദീന ലല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമം ചെയ്യുന്നുണ്ട്, നമ്മൾ നന്നായി പണിയെടുക്കുന്നുണ്ട്, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മുടെ പരിശ്രമമുണ്ട്. പക്ഷേ അല്ലദീന ലല്ല സഅയുഹും, അവരുടെ പരിശ്രമങ്ങൾ അത്രയും അവരുടെ കർമ്മങ്ങൾ അത്രയും അതെല്ലാം വൃഥാവിലായി പോയിട്ടുണ്ട്, അതെല്ലാം നഷ്ടത്തിലായി പോയിട്ടുണ്ട്. ഫിൽ ഹയാത്തി ദുനിയാ, ഐഹികമായ തൻ്റെ ജീവിതത്തിൽ താൻ മരിക്കുന്നത് വരെയും താൻ ചെയ്ത അമലുകൾ അത്രയും പാളീസായി പോയി, അതെല്ലാം പാഴായി പോയി. എന്നാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴോ, ഓരോ അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴോ, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഏറ്റവും നന്നായിട്ടാണ്, ഏറ്റവും നല്ല അമലാണ്, ഇതിനേക്കാളും വലിയൊരു അമലില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം സദഖകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഏറ്റവും നല്ല കർമ്മമാണ്, ഏറ്റവും നല്ല അമലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നു. പക്ഷേ ഈമാനുണ്ടോ? വിശ്വാസം കൃത്യമാണോ? ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിന്റെ ആയത്തുകളെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാതിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ടും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നൊക്കെ ന്യായം പറഞ്ഞ് അള്ളാഹുവിന്റെ ആയത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും അവർ കളവാക്കുകയാണ്. മാത്രമല്ല നാളെ പരലോകത്ത് തന്റെ നാഥനുമായി ഞാൻ കണ്ടുമുട്ടേണ്ടി വരും എന്ന ചിന്തയില്ലാതെ, ആ ഒരു ബോധമില്ലാതെ ആണ് അത്തരം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ എന്താ പറയുന്നത്? ഫഹബിതത് അഅമാലുഹും, അവർ ചെയ്ത അമലുകൾ അത്രയും അതെല്ലാം പൊളിഞ്ഞുപോയി. മാത്രമല്ല അത്തരം ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അത്തരം ആളുകൾക്ക് അള്ളാഹുവിനെ ധിക്കരിച്ച് ഖുർആനിനെ ഉൾക്കൊള്ളാതെ, ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിയിട്ട് അതിന് സമയം കണ്ടെത്താതെ, തന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട സമയത്ത് ദീൻ പഠിപ്പിക്കാതെ വെറും ഭൗതികമായ കാര്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പരലോകത്ത് പോകണല്ലോ, അതിന് ഞാൻ നാളെ മറുപടി പറയണല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, തന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല, തൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, തൻ്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഭൂമിയിൽ കേവലം ഭാരമായി ജീവിച്ച് അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോകുന്നു എന്നതിനപ്പുറം മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഇത്തരം ആളുകൾക്ക് വസ്ന് പോലും, തുലാസ് പോലും അല്ലാഹു വെക്കൂലാന്ന്. ഇതൊരു ചെറിയ വിഷയമല്ല. നമ്മൾ കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ശിർക്ക് വരാൻ പാടില്ല. ശിർക്കിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംശം കയറി വന്നാൽ നമ്മുടെ അമലുകൾ അത്രയും പൊളിഞ്ഞു പോകും. അതിന് ഒരു പ്രതിഫലവും രേഖപ്പെടുത്തി വെക്കൂല. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, പ്രവാചകരെ അങ്ങക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വഇലല്ലദീന മിൻ ഖബ്ലിക, അങ്ങക്ക് മുമ്പുള്ള സർവ്വ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്ത്? ലഇൻ നശറക്ത, എങ്ങാനും ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏതെങ്കിലും അമലിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കുപരമായ എന്തെങ്കിലും ഒരംശം കയറി വന്നാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമൽ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. തീർന്നില്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, ഏറ്റവും നഷ്ടം സംഭവിച്ചവരിൽ നീ ഉൾപ്പെടുകയും ചെയ്യും. എവിടെയാ നമ്മൾക്ക് സംശയിക്കേണ്ടത്? ഏത് വിഷയത്തിലാണ്? ഖുർആൻ ഈ പറയുന്ന നസ്സായ ഖണ്ഡിതമായ തീരുമാനങ്ങൾ പറയുമ്പോൾ ഇത്തരം വിഷയത്തിൽ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? ശിർക്കിലേക്ക് വരുന്ന എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടേണ്ടതാണ്. അതിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധ്യതയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാനൊരു കുട്ടിയെ കാണുകയാണ്. നല്ല കുട്ടിയാണ്, നല്ല പഠിക്കുന്ന ഒരു കുട്ടി. സ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ തുടർ പഠനത്തെക്കുറിച്ചാണ് ആ കുട്ടി ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ അവന് നല്ല ഫുൾ A+ കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ല ഉന്നതിയിലെത്തണം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി അതിൻ്റെ ഫലമായി ഈ കുട്ടിയുടെ കഴുത്തിൽ ഒരു ചങ്ങല കണ്ടപ്പോൾ, ഒരു തമീമത്ത് കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയോട്, ബന്ധപ്പെട്ടവരോട് നേർക്കുനേരെ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത് ബന്ധിച്ചത്? എന്തിനാണ് ഈ ഏലസ് നീ എന്തിനാണ് കെട്ടിയത്? എന്തിനാണ് ഇവനെ കൊണ്ടുപോയി നിങ്ങൾ ഇതിൽ തളച്ചിട്ടത് എന്നൊരു രക്ഷിതാവിനോട് ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ കുട്ടി, എൻ്റെ കുട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നായി പഠിക്കണമത്രേ. നന്നായി പഠിക്കാൻ ഈ ഏലസിന് കഴിയോ? ഈ ഏലസിന് കഴിയോ? ആ കുട്ടിയെ ശിർക്കിന്റെ കൂടാരത്തിൽ കൊണ്ടുപോയി ശിർക്കിൽ കെട്ടിയിടുന്ന അത്രയും മോശമായ ഒരു പ്രവർത്തനമല്ലേ ഈ രക്ഷിതാവ് ചെയ്തത്? നമ്മൾ അറിയണം എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാൻ നമ്മൾ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ പോവുകയാണോ? അല്ല, വൈദാ സഅലക ഇബാദി അന്നി, അല്ലാഹ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഉജീബു ദഅവത്തദ് ദാഇ, എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഈ കുട്ടിയുടെ നിർമ്മലമായ ലോലമായ മനസ്സിന്റെ ഉടമയായ കുട്ടി തൻ്റെ റബ്ബിനോട്, റബ്ബേ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ പഠനരംഗത്ത് റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ നാഥ എന്ന് പറയുന്നതിന് പകരം, അത് കുട്ടിയെ പഠിപ്പിക്കുന്നതിന് പകരം ഒരു ഏലസ് വെച്ച് കെട്ടിക്കൊടുത്താൽ, ഒരു ചങ്ങല വെച്ച് കെട്ടിക്കൊടുത്താൽ ഈ കുട്ടി നന്നാവോ? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. രക്ഷിതാക്കൾ ബോധവാന്മാരാകണം. ഒരു കെട്ടിനോ ഒരു നൂലിനോ അല്ല നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയണം. ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരേലസ് ബന്ധിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. പച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഇത് കെട്ടുന്നത്? എന്തിനാണ് ഇത് ബന്ധിക്കുന്നത്? ആ തമീമത്ത് പിടിച്ചു വലിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അവന് സ്വർഗം കിട്ടുമെന്ന് മനസ്സിലാക്കണം നമ്മൾ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന റുഖാ വതമായിമ വത്തിവലത ശിർകുൻ, ഇന്ന റുഖാ, പൈശാചികമായ ഇത്തരത്തിലുള്ള നൂല്, മന്ത്രം, ഏലസ്, കുണ്ടാമണ്ടികൾ അതേതൊക്കെയുണ്ടോ അതൊക്കെയും, വത്തമായിമ, അതും ഇതിന്റെ വിഭാഗത്തിൽപ്പെട്ട ഏലസുകളാണ്. അത് വെള്ളിയുടേതായാലും ചെമ്പിൻ്റെതായാലും അതെല്ലാം നൂലിൽ കോർത്ത് കെട്ടി കഴുത്തിലും അരയിലും കാലിലും ഒക്കെ കെട്ടി നടക്കുന്ന എന്തൊരു അപകടകരമായ അവസ്ഥയാണ്. മാത്രമല്ല വത്തിവലത്,
തിബലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പോയാൽ അവർ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, അത് കെട്ടുക. എന്നാൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും, അവരിനി സന്തോഷകരമായി ജീവിക്കും. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കേന്ദ്രത്തിൽ, ഇതൊക്കെ ഇപ്പോഴും ലൈവായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്കൻ പ്രവണതകളാണ് എന്ന തിരിച്ചറിവും അതേക്കുറിച്ചുള്ള അവബോധവും നമ്മൾ വളർത്തിയെടുക്കണം, നമ്മൾക്കുണ്ടാകണം. ഇതുപോലെ നമ്മൾ ശിർക്ക് ചെയ്തു പോയാൽ ഒരിക്കലും സ്വർഗത്തിന്റെ അടുത്തുപോലും നമ്മൾ എത്തൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായി ശിർക്കുൻ, അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചതാണ്. ഈ നിലക്ക് ജീവിതം സംശുദ്ധമാക്കണം. കിട്ടാവുന്നത്ര നമ്മൾ ജീവിക്കുന്ന സമയം അത്രയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാം തവക്കുൽ ചെയ്ത് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഇതല്ലേ നമ്മൾ നമസ്കാരം തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അതല്ലേ വജ്ജഹ്തു, ഞാനിതാ തിരിച്ചു വച്ചിരിക്കുന്നു, വജിഹിയ, എൻ്റെ മുഖത്തെ ഞാനിതാ തിരിച്ചു വച്ചിരിക്കുന്നു, ആകാശഭൂമികളുടെ അധിപനായ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചു വച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടി അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് ശാന്തി, വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി, ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതുപോലെയുള്ള കൂടാരങ്ങളിലേക്കും ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്കും പോകാൻ എന്താണ് എന്ന് നമ്മൾ അറിയണം. കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് കൃത്യമാക്കി ജീവിതം സംശുദ്ധമാക്കിയാൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ജൂൺ 5 തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പരിസ്ഥിതി ദിനം പ്രപഞ്ചത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ ഖുർആനിലൊക്കെ കാണുന്നത് പോലെ മുത്തഖിനായ രീതിയിൽ ആ നിലക്കാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. വിടവുകളില്ലാതെ, പോരായ്മകളില്ലാതെ, ഒരു കുറവുമില്ലാതെയാണ് ഈ പ്രപഞ്ചത്തെ റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത്. റബ്ബ് ഇതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിനെ പരിപോഷിപ്പിക്കേണ്ടത് ശ്രദ്ധയോടുകൂടി ഈ പ്രപഞ്ചം റബ്ബിൻ്റേതാണെന്നും റബ്ബാണ് ഇതിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഊന്നി പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം വിളിച്ചോതുന്ന ആ തൗഹീദാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായി നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. ആരും പങ്കുകാരില്ലാതെ, ആരെയും കൂടെ കൂട്ടാതെ അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്നും അള്ളാഹുവാണ് ഇതിൻ്റെ സംരക്ഷകനെന്നും നമ്മൾ അറിയുന്നതോടൊപ്പം അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഭൂമിയെ അതിനെ കൃത്യമായി പരിപോഷിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യാൻ നമ്മളാൽ കഴിയുന്നത് അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കിതിന് ബാധ്യതയുണ്ട്. നമ്മളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ഭൂമിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇവിടെ ജീവിക്കുന്ന അവസ്ഥയ്ക്ക് ഭംഗം വരുന്ന ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. കാരണം അത്രയും ഹിക്കുമത്തോടുകൂടി മൗസൂൻ എന്ന് പറഞ്ഞാൽ സന്തുലിതത്വം നിലനിർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും
ആകാശത്തെയും പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ഖദ്റൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നാ കുല്ല ശൈഇൻ, എല്ലാ കാര്യങ്ങളെയും എല്ലാറ്റിനെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ കണക്കനുസരിച്ചാണ്. ഒന്നും കൂടിപ്പോയിട്ടില്ല, ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു നിർദ്ദേശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട്. എന്താണത്? വലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കരുത്, നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പക്കാരാകരുത്. ബഅദ ഇസ്ലാഹിഹ, അല്ലാഹു വളരെ കൃത്യമായി ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കരുത് എന്നത് അല്ലാഹു നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കൽപ്പന. അതോടൊപ്പം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിൻ്റെയൊക്കെ പിന്നിൽ ആരാ ഉള്ളത് എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ കൈകളാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലും കടലിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നും ഖുർആൻ പറയുന്നു. അപ്പൊ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്, എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ജലസ്രോതസ്സുകൾ ജലം ഉപയോഗിക്കുന്നിടത്ത് നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടം അതാണ്. വെള്ളം ഇഷ്ടം പോലെ നമ്മൾക്കുണ്ട്, അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നൽകിയതാണ്. ഇവിടത്തെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ജീവൻ നിർത്തുന്നതിന് അനിവാര്യമാണ് വെള്ളം, ജലം എന്ന് പറയുന്നത്. എന്നാൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നമ്മൾ അമിതം കാണിക്കാൻ പാടുണ്ടോ? അവിടെ നമ്മൾ വ്യയം കാണിക്കാൻ പാടുണ്ടോ? വുളു എടുക്കുന്ന സമയത്ത് പോലും വളരെ മിതത്വം പാലിച്ചുകൊണ്ടാണ് വുളു എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല ഞങ്ങൾ പുഴയിൽ നിന്നാണ് വുളു എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ പുഴയിലാണെങ്കിലും ശരി, നിങ്ങൾ അനാവശ്യമായി നിങ്ങൾ വെള്ളം ഉപയോഗിക്കരുത് എന്നതാ. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ബാധ്യത ആർക്കാ? വിശ്വാസികൾക്കാണ്. അതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവുമായി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവുമാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളും പുറവും എങ്ങനെയാണ് എന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. അത് വേണ്ടത്ര ശുചീകരണം നടക്കുന്നുണ്ടോ? അവിടെ വേണ്ടത്ര അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടോ? പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ? വൃത്തി എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അവന്റെ വിശ്വാസത്തിന്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ രംഗത്തും നമ്മൾ ശുദ്ധിയാകണ്ടേ? നമ്മൾ നല്ല ഷർട്ടും പാൻറ്റും ഇട്ടത് കൊണ്ടായോ വീടിന്റെ ഉള്ളും പുറവും നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അവിടെയൊക്കെ കൃത്യത പാലിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും അത് കൃത്യമായി ചെയ്യുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. എല്ലാ നിലക്കും അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരടിമയായി ജീവിക്കാനാണ് ഏതൊരു വിശ്വാസിയും ശ്രമിക്കേണ്ടത്. അള്ളാഹുവിനോട് ധാരാളമായി പൊറുക്കലിനെ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നല്ല അമലുകൾ ചെയ്ത് പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അറിവില്ലായ്മ കൊണ്ടൊക്കെ വരുന്ന ധാരാളം തെറ്റുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഏകത്വം അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും അത് കൃത്യമായി നിഴലിച്ച് നിൽക്കുന്ന തരത്തിലുള്ള അമലുകളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലായി തീരാൻ പരിശ്രമിക്കുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒട്ടനേകം ആളുകൾ ഇങ്ങനെ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായി കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിന് കീഴടങ്ങി
തൻ്റെ റബ്ബിങ്കലേക്ക് പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹിയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تخزنا يوم القيامة. اللهم ربنا لا تخزنا يوم القيامة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.